യൂട്യൂബിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ജാപ്പനീസ് ജെല്ലി കോഫി അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടാവും. നമ്മൾ ഈ ബബിൾ കോഫി ഒക്കെ കുടിക്കില്ലേ, അതേപോലെ തന്നെ അടിപൊളിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 കപ്പ് വെള്ളം, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് ആ ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നുണ്ടല്ലോ, ഞാൻ ഈ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ഈ ഡ്രസ്സിനെ പറ്റി ചോദിച്ചു കേട്ടോ. ഞാൻ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിത് പെറ്റൽസ് ഓൺലൈൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്, പിന്നെ അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അഫോർഡബിൾ പ്രൈസും ആണ്. ഇതിന്റെ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ വേറെ ഉണ്ട്, അതുപോലെ തന്നെ വേറെയും ഡ്രസ്സുകൾ ഉണ്ട്. ഞാനിപ്പോൾ അവരെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പേജിൽ കയറി നോക്കിയിട്ട് വാങ്ങിച്ചോട്ടോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസിന്റെ മിക്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്കൊരു പാലിന്റെ മിക്സ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പാലും ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജെല്ലി നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഗ്ലാസിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് ആ പാലിന്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കാം. പിന്നെ എനിക്കുണ്ടല്ലോ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ഇതുപോലെ വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് ഈ ജെല്ലി ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആ പാലും ഈ ഒരു ജെല്ലിയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോഴാട്ടോ ഇതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.